സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ണുനീരായിട്ട് വരുന്ന ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 കയറിയിരിക്കുന്നത്. അത് മറ്റാരും അല്ല, അനുമോളാണ്. അനുമോൾ ഫാൻസ് വന്നിട്ട് ഇപ്പോൾ എന്നെ തെറി വിളിച്ചാലും എനിക്ക് യാതൊരു വിഷയമുള്ള ഒരു കേസല്ല. ഈ 2 ദിവസത്തിനുള്ളിൽ ലൈവ് കണ്ട എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജിസ്ല എന്ന് പറയുന്ന മത്സരാർത്ഥിനെയും അനുമോളെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അനുമോൾ ജിസ്ലയുടെ എന്താ പറയുക ഒരു കാലിൻ്റെ വിരലിൻ്റെ അടുത്തേക്ക് കൂടി വരില്ല. അത്രയും മാത്രം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിസ്ല. ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും മാത്രം ഒരു പോയിന്റ് ജിസ്ലയ്ക്ക് കൊടുക്കുന്നത്. അനുമോൾ സത്യം പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞില്ലേ, വെറും വാഴകളായിട്ട് കുറേ മത്സരാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഒരു ഉപമ പോലെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ സത്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സീസണിൽ ഇതാ വാഴ പോലത്തെ ഒരാൾ വന്നിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, അനുമോൾ തന്നെയാണ്. ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റോ ഒരു ചങ്കുറപ്പോ ഒന്നുമില്ലാത്തൊരു മത്സരാർത്ഥി അത് വാഴ തന്നെയാണ്. അങ്ങനത്തെ വാഴകളെ എന്തിനാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസെ വെച്ച് നിർത്തണത്? കുറച്ച് ദിവസം കൂടി നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ വേഗം എടുത്തിട്ടൊന്ന് പുറത്തേക്ക് കളയുക. വേറൊന്നും കൊണ്ട് പറയണമല്ല. ഈ പറഞ്ഞ ജിസ്ലേൻ്റെ ആ പാൻറ്റി കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ സുഹൃത്തുക്കളെ, അത് ഈ അനുമോൾക്ക് നല്ല രീതിയിൽ അറിയാം. ഇന്ന ആളാണ് അത് എടുത്തതെന്നും കാര്യങ്ങളൊക്കെ. പക്ഷേ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് വന്നിട്ട് അത് വ്യക്തമായിട്ട് അനുമോളോട് ചോദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ മടിയാണ്. അപ്പോഴും നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിഞ്ഞപ്പോൾ അനീഷ് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകുമെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒരു കണ്ണുനീര് ഒലിപ്പിച്ച ഒരു കണ്ണുനീരും കൊണ്ട് വന്നിട്ട് നൈസായിട്ട് അനീഷിനോട് ഒന്ന് ഇമോഷണൽ സാധനങ്ങൾ കുത്തിക്കയറ്റിയപ്പോൾ അനീഷ് അത് ക്ഷമിച്ച പോലെ നിന്നു. അനീഷ് ഒരു കാരണവശാലും അനുമോളുടെ കണ്ണുനീര്, അനുമോളുടെ എന്നല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളുടെ ആരുടെ കണ്ണുനീര് കണ്ടിട്ടും ഒരു വിലയിരുത്തലും പോകാൻ പാടില്ല. താങ്കൾ രാവിലെ ഈ പറഞ്ഞ മാതിരി സുപ്രഭാതത്തിൻ്റെയും ഗുഡ് മോർണിംഗിൻ്റെയും കാര്യം പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ടാക്കി ചുറ്റിനും ഇങ്ങനെ ഇപ്പോൾ നടന്ന് ഒരു 6-7 കിലോമീറ്റർ നടന്നിട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ നടന്ന ഒരാളല്ലേ. അപ്പോൾ പിന്നെ ഈ അനുമോൾ ഇങ്ങനെ കരഞ്ഞ് വർത്താനം പറയുന്ന സമയത്ത് താങ്കൾ എന്തിനാണ് അതിൽ വീഴാൻ പോയത്? വെട്ടി തുറന്നങ്ങോട്ട് പറയണമായിരുന്നു. അതൊരു കണ്ടന്റ് ആയിരുന്നല്ലോ. ആ കണ്ടന്റ് കിട്ടിയിട്ടും കയ്യിൽ വെച്ചിട്ട് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താണ്ട് അനുമോളുടെ കണ്ണുനീരിൻ്റെ മുന്നിൽ വീണ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ജിസ്ല എന്ന് പറയുന്ന മത്സരാർത്ഥിനെയും ഈ അനുമോളെയും കമ്പയർ ചെയ്യുമ്പോൾ ജിസ്ലയുടെ 7 അയലത്ത് വരില്ല ഈ പറയുന്ന അനുമോൾ. അതിൽ യാതൊരു സംശയമില്ല. കാരണം ജിസ്ല നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. ആ പുള്ളിക്കാരിക്ക് എന്താ പറയുക, ഹിന്ദിയാണ് ഭാഷയെങ്കിലും ഈ പറയുന്ന മാതിരി മലയാളം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ഞാൻ ഒരാളെ വിലയിരുത്തില്ല. പക്ഷേ പുള്ളിക്കാരി നല്ല സ്ട്രോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പറയാം.